എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് പേർക്ക് സ്ക്രബ് നല്ല പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയാം, പക്ഷേ പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ സ്ക്രബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നാ, നമ്മുടെ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്കിന്ന് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത്. കാരണം എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്നിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പം പുറമേ ഉള്ള സ്കിൻ സെൽസ് ഇളകി പോവുകയും പുതിയ സ്കിൻ സെൽസ് വരികയും ഒക്കെ ചെയ്യും. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ഡെഡ് സ്കിൻ സെൽസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പോർസിൽ നിന്ന് സെബോ ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഒരുപാട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഓരോരുത്തരുടെ സ്കിന്നിൻ നേച്ചർ അനുസരിച്ചിട്ട് പല രീതിക്കായിരിക്കും. അപ്പോൾ നമ്മൾ അത് നമ്മുടെ സ്കിന്നിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായ രീതിക്ക് അതിനെ സ്ക്രബ് ചെയ്ത് റിമൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു മാർഗമുള്ളത്. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ മുഖം നന്നായിട്ട് വാഷ് ചെയ്തു. ഞാൻ തുടച്ചിട്ടൊന്നുമില്ല, തുടയ്ക്കേണ്ട ഒന്നും കാര്യമില്ല. ഇനിയിപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്യുന്നത് കൊണ്ട് ഞാൻ വെള്ളവും ഒരു ചെറിയ ടവലും ഒക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് എനിക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ടോയ്ലറ്റിൽ നിന്ന് ചെയ്താൽ മതി. ഞാൻ സാധാരണ എപ്പോഴും ടോയ്ലറ്റിൽ നിന്നാണ് ചെയ്യണത്. അപ്പോൾ ഇന്ന് ഞാൻ ഹോം മെയ്ഡ് സ്ക്രബൊന്നും അല്ല ഉണ്ടാക്കിയേക്കണത്. ഇത് മാമായർത്തിൻ്റെ സ്ക്രബ് കൊണ്ടാണ്. ഇത് വളരെ നല്ല സ്ക്രബാണ് കേട്ടോ. കാരണം ഇതിനകത്ത് തരിയൊക്കെ കുറവാണ്. അപ്പോൾ നല്ല ഒരു സ്ക്രബാണ്. അപ്പോൾ ഞാനിത് എൻ്റെ ഒരു എമർജൻസിക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് വീട്ടിൽ സ്ക്രബൊക്കെ ഉണ്ടാക്കിയൊക്കെ ചെയ്യാൻ സമയമില്ലാതെ വരുമ്പോൾ ഇതുകൊണ്ട് പെട്ടെന്ന് ചെയ്തിട്ട് പോകാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഇതും കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ കുറച്ച് സ്ക്രബ് ഞാൻ എൻ്റെ കയ്യിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ക്രബ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എവിടെയാണോ നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് അവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കൈകളും നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യേലയും നമ്മുടെ മുഖത്തും ഒക്കെയുള്ള ചെളികൾ നമ്മുടെ പോർസിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആദ്യം ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്യേണ്ടടുത്ത് എല്ലായിടത്തും കൂടെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കുക. അപ്പോൾ കുറവാണെങ്കിൽ ശകലം കൂടെ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതാട്ടോ ഈ സ്ക്രബ് നല്ലൊരു സ്മൂത്ത് ആൻഡ് സിൽക്കി ഒരു ഇതാണ് ഇതിൻ്റെ. ഇത് പ്രൊമോഷനും കാര്യങ്ങൾക്കൊന്നും വേണ്ടി ചെയ്യണമെന്നും അല്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രബ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാനിത് ഏകദേശം ഇത് കണ്ടോ അപ്ലൈ ചെയ്തിട്ട് ഇത് ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ല സ്ക്രബാണ്. അപ്പോൾ നമ്മൾ ആദ്യം എല്ലായിടത്തേക്കും ഇങ്ങനെ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കുക. ഇനിയിപ്പം നമുക്ക് സ്ക്രബ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ സ്ക്രബ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ കൈ നന്നായിട്ട് വെറ്റായിട്ടിരിക്കണം. കാരണം ഒരിക്കലും ടൈറ്റായിട്ട് നമ്മുടെ ഫേസ് നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ കവിളുകൾ ഇങ്ങനെ സ്ക്രബ് ചെയ്തു. അതിനുശേഷം ലിപ്സിൻ്റെ സൈഡ്, പിന്നെ നോസ് ഇങ്ങനെ, പിന്നെ നോസിൻ്റെ പാലം ഇങ്ങനെ, പിന്നെ നോസിൻ്റെ ഈ സൈഡുകളിലൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാരുടെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഇളകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നോസയിലായിരിക്കും കൂടുതൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കാണുന്നത്. അപ്പോൾ എവിടെയാണോ നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കൂടുതൽ കാണുന്നത് അവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ നെറ്റി ഇങ്ങനെ നന്നായിട്ട്, അപ്പോൾ ചെയ്യുമ്പോൾ ഒരുപാട് ഇങ്ങനെ അമർത്തി ചെയ്യരുത് കേട്ടോ. നമ്മളൊരു കൈ ഇങ്ങനെ ഒരു ലൂസായിട്ട് പോകുന്ന രീതിക്ക് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതുപോലെ കവിള് ചെയ്തു. പിന്നെ നമ്മൾ അഗെയിൻ ഒരു 3-4 പ്രാവശ്യം നമ്മളിങ്ങനെ ഫുള്ള് നമ്മൾ ആ ചെയ്ത റൂട്ടിൽ കൂടെ നമ്മളിങ്ങനെ ചെയ്ത് കൊണ്ടുവരണം. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ നെക്കിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ, അപ്പം നമ്മുടെ കൈ എപ്പം ഡ്രൈ ആയെന്ന് നമുക്ക് തോന്നുന്നോ, സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നോ, അപ്പോൾ നമ്മൾ വെള്ളം നമ്മുടെ കയ്യിൽ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട്. പിന്നെ നെക്ക് ഇതുപോലെ, നെക്കിൻ്റെ ബാക്ക് സൈഡ്, അതുപോലെ ഫ്രണ്ട് ഇങ്ങനെ ഇറങ്ങി നമ്മുടെ കഴുത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന വശങ്ങൾ ഇങ്ങനെ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ആദ്യം വാഷ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. ഫേസ് വാഷ് ആണെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ
നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പയറുപൊടിയോ കടലപ്പൊടിയോ ഒക്കെ വെച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. അതുപോലെ തന്നെ ചെവിയുടെ ഇങ്ങനെ പുറകു വശത്തേക്കൊക്കെ കയറ്റിയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ചെവിയുടെ അകമൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മിനിമം ഒരു 3-4 മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് തരിയുള്ള സ്ക്രബ് ഉപയോഗിച്ചിട്ട് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമ്മുടെ സ്കിന്ന് ഹാർഡായി പോകാനായിട്ട് കാരണമാവും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഐബ്രോസ് ഇതുപോലെ ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ പൊക്കത്തിലേക്ക്. കാരണം ഐബ്രോസിലൊക്കെ ഒരുപാട് ആൾക്കാരുടെ സ്കിന്നൊക്കെ ഇളകിയിരിപ്പുണ്ടാകും. ഇപ്പോൾ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിന്നൊക്കെ ഇളകിയിരിപ്പുണ്ടാകും ഈ ഐബ്രോസിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഐബ്രോസും നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കണ്ണിൻ്റെ അടിയും കണ്ണിൻ്റെ വശങ്ങൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ റിംഗ് ഫിംഗർ ഉപയോഗിച്ചിട്ട് വേണം സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട്. കാരണം ഐയുടെ താഴെ വളരെ സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് സ്കിന്നാണുള്ളത്. അതുപോലെ നമ്മുടെ ഐയുടെ ചുറ്റിനുള്ള സ്കിന്നിൽ അല്ലെങ്കിൽ സ്ക്രാച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ട് വേണം. അതുപോലെ റിംഗ് ഫിംഗർ കൊണ്ട് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ നമ്മുടെ ലിപ്സും കൂടി ഒന്ന് നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഒരു 3-4 പ്രാവശ്യം എൻ്റെ കൈ ഒന്ന് മുക്കിയിട്ട് ഈ വെള്ളത്തിൽ മുക്കിയിട്ടാണ് സ്ക്രബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു കളർ വ്യത്യാസം കാണുമ്പോൾ. അപ്പോൾ അതുപോലെ നമ്മൾ വെള്ളം കൂട്ടിയിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമുക്കിത് തുടച്ചെടുക്കാം. ഇപ്പം നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പാക്ക് ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യാം. പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ അലോവേരയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ അലോവേര എന്ന് പറയുന്നത് ഒരു 5-6 വർഷം മുന്നേ ഞാനൊരു കുഞ്ഞി തൈ കൊണ്ട വെച്ചതാണ് കേട്ടോ. അതിൽ നിന്ന് ഞാൻ ഒരുപാട് പേർക്ക് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഇത് പിന്നെ ഇത് കണ്ടോ, കുഞ്ഞി തൈകൾ ഇതിൻ്റെ ചോട്ടിൽ കൂടെ നിറച്ചുണ്ടായി വരുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ തന്നെ നമുക്കൊരു ചെറിയ ഇതുപോലത്തെ ഒരു കുഞ്ഞൊരു തൈ, അല്ലെ ഇതുപോലത്തെ കുഞ്ഞു തോരണം കിട്ടിയാലും മതി. നമുക്കത് കൊണ്ട വെച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഇത് വളർന്നു വരികയും ചെയ്യും. നമുക്ക് വളരെ എളുപ്പമാണ് ഇതിനെ പരിപാലിക്കാനൊക്കെ. പിന്നെ ഞാനൊരു സൂത്രം കാണിച്ചു തരാം. നിങ്ങൾ ഈ അലോവേരയുടെ വിത്ത് കണ്ടിട്ടുണ്ടോ? പൂവ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, വിത്ത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പൂവും വിത്തൊക്കെ ഉണ്ടായ അലോവേരയാണ് ഏറ്റവും നല്ലതെന്നാണ് പറയണത്. ഇതിപ്പോൾ കുറച്ചാൾ കഴിഞ്ഞ് 1 വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേട്ട് ഇതിൽ പൂവും വിത്തൊക്കെ ഉണ്ടായിക്കോളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൂവ് കേട്ടോ. ഇത് പൂവുണ്ടായി ഇത് പൊഴിഞ്ഞു പോയതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിത്ത്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ വിത്ത്. ഇതാണ് ഇതിൻ്റെ വിത്ത് കണ്ടോ. ഇതിപ്പോൾ നല്ലോണം മൂത്തതാണ് കേട്ടോ. ഇപ്പോൾ അത് മൂത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ പൊട്ടും. വേണ്ട, ഇതാണ് ഇതിൻ്റെ വിത്ത്. കാണിച്ചു തരാം കേട്ടോ. ഈ ഒരെണ്ണം തെറിച്ചതായിട്ട് വരും തോന്നുന്നു. ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ വിത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വിത്തുണ്ടായതിൽ നിന്ന് തന്നെ ഒരു ചെറിയൊരു കഷ്ണം നമുക്ക് ഒടിച്ചെടുത്തോണ്ട് അങ്ങ് പോകാം. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം ഇതേന്ന് ഞാൻ ഒടിച്ചെടുത്ത കേട്ടോ. അത് ഞാൻ വെള്ളത്തിൽ കൊണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്, കാരണം അതിൻ്റെ കറ ഒന്ന് പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാക്ക് ഉണ്ടാക്കാം. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ അലോവേര എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ കറയൊക്കെ ഇറങ്ങിയിട്ട് അതിനൊരു ഗ്രീൻ കളറായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഇതിൻ്റെ ജെല്ല് വേറെ എടുക്കണം. ഇനി നമുക്കിത് ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ പിഴിഞ്ഞെടുക്കാനുള്ള ഒരു സൂത്രമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ ഒരു നല്ല ക്ലീനായി നമ്മൾ അലക്കി വൃത്തിയാക്കി വെച്ച ഒരു തോർത്തെടുക്കുക. ആ തോർത്തിൻ്റെ ഒരു മൂലയിലേക്ക് ഇതിങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ അങ്ങ് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിനകത്തുനിന്ന് ഫുള്ള് ജ്യൂസ് കിട്ടുക. ഉണ്ടോ? ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ അതിൻ്റെ ആ ഫുള്ള് നീര് നമുക്ക് കിട്ടും. ഫുള്ള് നീരും നമുക്ക് കിട്ടി. തോർത്തൽ നോക്കി അതിൻ്റെ ആ ജെല്ലിൻ്റെ ഒന്നുമില്ല, ഒരു ശകലം പാട പോലത്തെ അതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ.
ഇനിയിപ്പോൾ നമുക്ക് ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത് കണ്ടോ, അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള ജെല്ല് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കസ്തൂരി മഞ്ഞൾപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 3-4 ഡ്രോപ്പ് ഹണിയും കൂടിയാണ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അലോവേര ജെല്ലും ഹണിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ സ്കിന്നിന് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഹണി മോയ്സ്ചറൈസ് ചെയ്യാനും നമ്മുടെ സ്കിന്നിൻ്റെ ഈർപ്പം നിലനിർത്താനൊക്കെ വളരെ നല്ലതാണ് ഹണി. അതുപോലെ തന്നെ നമ്മുടെ അലോവേര ജെല്ല് നമ്മുടെ മുഖത്തെ പാട് പോകാനും അതിനുമൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലെ പോർസിലെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഇറങ്ങിപ്പോയ സമയത്ത് അവിടെ ചിലപ്പോൾ അതിനകത്തുനിന്ന് ചിലപ്പോൾ ഇപ്പോൾ പസ്സൊക്കെ ഉള്ളവരുടെ ആണെങ്കിൽ പസ്സൊക്കെ അതിനകത്തുനിന്ന് പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചെറുതായിട്ട് മുറിവോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഹീൽ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതേ അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അലോവേര ഒരു ജെൽ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇച്ചിരി നേരം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ അത് നന്നായിട്ട് മിക്സ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊരു വാട്ടറി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ശകലം കോട്ടൺ ഉപയോഗിച്ചിട്ട് ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോട്ടൺ ഇങ്ങനെ എടുത്തതിന് ശേഷം നന്നായിട്ട് കോട്ടൺ ഇങ്ങനെ ഇതിലിട്ടങ്ങ് മുക്കുക. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു ട്രിപ്പ് നിങ്ങൾ ഇട്ടിട്ട് അതൊന്ന് വലിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഒരു ട്രിപ്പും കൂടി ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പരിപാടിയുണ്ട്. ഇതേ നമ്മൾ ആ പൊളിച്ചെടുത്ത ആ തോലുണ്ടായിരുന്നല്ലോ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ കയ്യിലേക്കൊക്കെ നന്നായിട്ട് അങ്ങ് പരത്തി കൊടുക്കാം. ഫുള്ള് അതിൻ്റെ ആ തൊലിയിലുള്ള ഇതൊക്കെ അതിങ്ങനെ ഡയറക്റ്റ് അങ്ങ് തൂത്ത് കൊടുത്താൽ മതി. കാരണം അതിലുള്ള ആ ജെല്ല് നമ്മുടെ കയ്യിലേക്കൊക്കെ ഇരിക്കട്ടെ. നമ്മുടെ മുഖം മാത്രം ക്ലീനായി പോയല്ലോ. നമ്മുടെ മുഖം ക്ലീൻ ആക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബോഡി, കയ്യും കാലും ബോഡിയൊക്കെ നമ്മൾ ക്ലീൻ ആക്കി വെക്കണം. എങ്കിലേ നമ്മളൊരു കംപ്ലീറ്റ് സ്കിൻ കെയർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ തന്നെ മുന്നേ ബോഡി സ്ക്രബ് ചെയ്യണ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ബോഡി സ്ക്രബൊക്കെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. വളരെ നല്ലതായിരിക്കും. കാരണം നമ്മുടെ മുഖം മാത്രം നമ്മൾ ക്ലീൻ ആക്കിയും വൃത്തിയാക്കിയും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി, കൈ, കാലിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടിരിക്കും നമ്മുടെ ഫേസിൻ്റെ ഒരു സ്കിൻ ടോണും അല്ലെങ്കിൽ കളറും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആ കൂടെ നമ്മുടെ കൈയും കാലും ബോഡിയൊക്കെ ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുണ്ടോ, അപ്പോൾ ഇതേലെ നീരുണ്ടായിരുന്നതും ഫുള്ള് ഞാൻ മേത്തേക്ക് തേച്ച് കഴിഞ്ഞു. അപ്പോൾ അതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അത് നന്നായിട്ട് അങ്ങ് ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം വേണം ഇത് കഴുകി കളയാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് വാഷ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ പോർസൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന പോർസൊക്കെ ഒന്ന് ക്ലോസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കാം. കാരണം ഒന്ന് വെറ്റാക്കിയിട്ട് വേണം കേട്ടോ മസാജ് ചെയ്യാനായിട്ട്. നമ്മുടെ സ്കിന്നിൽ ഒരിക്കലും ഡ്രൈ ആയിട്ട് നമ്മൾ മസാജ് ചെയ്യാൻ പാടില്ല. സ്മൂത്തായിട്ട് നമുക്ക് മസാജ് ചെയ്ത് പോകാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മസാജ് ചെയ്യുന്നതിന് മുന്നേ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് വെറ്റാക്കി കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നാന്ന് ചോദിച്ചാൽ ആഴ്ചയിൽ 1 പ്രാവശ്യം നമ്മൾ സ്ക്രബ് ചെയ്താൽ മതി. അതിൽ കൂടുതൽ
ഒരിക്കലും നമ്മൾ സ്ക്രബ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നന്നായിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ളവരാണെങ്കിൽ തന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇപ്പോൾ നോർമൽ സ്കിന്നൊക്കെ ഉള്ളവരാണ്, ഒരുപാട് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാസത്തിലൊരു പ്രാവശ്യം നിങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ കൂടുതൽ നമ്മൾ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ അത് അക്കോർഡിംഗ് ടു നമ്മുടെ ഫേസിലെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഇത്രയും മാത്രമാണ് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്നത് കൂടുതൽ ഹാർഡാവാനും നമ്മുടെ സ്കിന്നിൽ കൂടുതൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടാകാനും നമ്മുടെ സ്കിന്ന് കൂടുതൽ ഏജ്ഡ് ആയി പോയതുപോലെ തോന്നാനും ഉള്ള കാരണമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ പ്രത്യേകം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അതിന് ശേഷം മസ്റ്റായിട്ടും മോയ്സ്ചറൈസർ നമ്മുടെ അക്കോർഡിംഗ് ടു നമ്മുടെ സ്കിന്നിന് നമ്മൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഏതാണെന്ന് വെച്ചാൽ അതും നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സൺസ്ക്രീൻ ലോഷനും ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.